നമസ്കാരം. ഡബിൾ മലു വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നത്തെ ഒരു ദിവസം ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ നിൽക്കുന്ന ജസ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ റീസെൻ്റായിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് കൃപാസനത്തിൻ്റെ പേരിൽ, കൃപാസനം ഒരു അനുഭവം എന്ന് പറയുന്നതിൻ്റെ പേരിൽ തുടങ്ങിയിരുന്നു. റീസെൻ്റായിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതിനെക്കുറിച്ച്. അപ്പം ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റായി. ഞാൻ ആ ഗ്രൂപ്പ് പോന്നു ആക്ച്വലി. ബിക്കോസ് കുറേ പ്രശ്നങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞ പോലെ തന്നെ കുറേയധികം വിഷയങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഉണ്ടായതുകൊണ്ടാണ്. അത് കൂടുതലും ഈ പൈസയുടെ പ്രശ്നങ്ങളാണ് കൂടുതലും. അതിനകത്ത് ആളുകൾ വന്ന് പൈസ ചോദിക്കുന്നു, പൈസ കൊടുത്തിട്ട് പൈസ കിട്ടില്ലാത്ത അവസ്ഥ, അങ്ങനെ കുറേ പൈസയുടെ ഇടപാടുകൾ അതിനകത്ത് അഡ്മിൻ എന്ന നിലയിൽ ഞാൻ പോലും അറിയാത്ത പല വിഷയങ്ങളും. കാരണം ഞാൻ ഈ ഗ്രൂപ്പിൽ പൈസ ചോദിക്കുന്ന സമയത്ത് ഞാൻ പലരോടും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഓൺ റിസ്കിൽ പൈസ കൊടുത്ത് തിരിച്ച് മേടിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ മാനേജ് ചെയ്യാമെന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പൈസ കൊടുക്കാവുള്ളൂ. അതല്ലാതെ മറ്റുള്ളവർക്ക് പൈസ കൊടുത്തിട്ട് ജെനുവിൻ ആയിട്ടുള്ള ആളുകൾക്ക് പൈസ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് ഓക്കെ. സോ അല്ലാതെ നമ്മൾ കടമായിട്ട് കൊടുത്തിട്ട് പൈസ തിരിച്ച് കിട്ടാതെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷയങ്ങളുണ്ടാവും. ഞാൻ അതിന് മുന്നേ പലരോടും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ. ഞാൻ ഈ ഒരു ഗ്രൂപ്പ് വളരെ ആത്മാർത്ഥമായിട്ടൊരു നല്ല ഒരു എയിമോട് കൂടി, അല്ലെങ്കിൽ നല്ലൊരു ഇൻറ്റൻഷനോട് കൂടി ചെയ്ത ഒരു ഗ്രൂപ്പായിരുന്നു. പക്ഷേ പല സ്ത്രീകൾ, എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന പല സ്ത്രീകളാണ് ഈ ഒരു പ്രശ്നങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതെന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. പുരുഷന്മാരായിട്ടുള്ള ഒരുപാട് പേര്, നല്ല ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷേ സ്ത്രീകളായിട്ടുള്ള പലരും ആ ഒരു ഗ്രൂപ്പിൽ പ്രവർത്തിച്ച്, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇതുപോലെ കാര്യങ്ങൾ വഷളാക്കി ആ ഒരു ഗ്രൂപ്പ് നിന്നും എക്സിറ്റ് ആവേണ്ടതായിട്ട് വന്നത്. ഇത്രയും തരം താഴ്ന്ന രീതിയിൽ മറ്റുള്ളവരുമായിട്ട് പൈസയുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് മെസ്സേജുകൾ അങ്ങോട്ടും അയച്ച്, ആ മെസ്സേജുകൾ വേറൊരാൾക്ക് അയച്ച്, അങ്ങനെ പറഞ്ഞ് വഷളാക്കി ആ ഒരു ഗ്രൂപ്പ് ഉന്മൂലനം ചെയ്തു എന്ന് തന്നെ പറയാം. സോ നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ കൃപാസന മാതാവിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് തുടങ്ങിയതാണ്. അപ്പോൾ ഉടമ്പടി എടുത്ത്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ, അല്ലെന്നുണ്ടെങ്കിൽ ഏത് മതസ്ഥരായിക്കോട്ടെ, ക്രിസ്ത്യാനികൾ ഞാൻ പറയുന്നില്ല, പക്ഷേ ഏത് മതസ്ഥരുമായിക്കോട്ടെ, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങി ആ ഒരു കൃപാസന ഉടമ്പടിയിലായിരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ലാത്തതും അതുപോലെ ചേരാത്തതുമായിട്ടുള്ള വളരെ നികൃഷ്ടമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഈ ഒരു ആളുകൾ ഈ ഒരു ഗ്രൂപ്പിൽ ചെയ്തു വെച്ചതെന്ന് പറയേണ്ടതായിട്ട് വരും. വളരെ മോശമായിട്ട്. കാരണം പലരും മെസ്സേജുകൾ അയച്ച്, അങ്ങോട്ടും മെസ്സേജുകൾ അയച്ച്, ആ മെസ്സേജുകൾ വേറെ ആളുകൾക്ക് അയച്ച്, അങ്ങനെ ഒരുപാട് ലൈക്ക് ഈ ഗേൾസ് ഇത്രയും മാത്രം, അല്ലെങ്കിൽ ലേഡീസ് ഇത്രമാത്രം എങ്ങനെയാണ് അധപ്പതിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് പല സമയങ്ങളിലും. പറയേണ്ടത്, എനിക്കത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ മെൻഷൻ ചെയ്യുന്നത്. പുരുഷന്മാരായിട്ടുള്ള ഒരാളുകളും അതിലൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ആകെ ഒരു ആൾ മാത്രമാണ് അതിനകത്ത് പൈസ ചോദിച്ചതിൻ്റെ പേരിൽ ഞാൻ റിമൂവ് ആക്കി കളഞ്ഞു. കാരണം കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ട് ഒരു ഹോബി പോലെ പൈസ ചോദിക്കുന്നതിൻ്റെ പേരിൽ മാത്രമാണ് ആ ഒരാളെ ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കി വിട്ടത്. പക്ഷെ അതിനെയൊക്കെ എന്താ പറയുക, എടുത്ത് മാറ്റി വയ്ക്കുന്ന രീതിയിലാണ് ചില ലേഡീസിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ. നമ്മൾ ഭയങ്കര എന്താ പറയുക, ഐ നെവർ എക്സ്പെക്ട്, ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ആളുകളിൽ നിന്ന് പോലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതിന് വളരെ പരിതാപകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇവർക്കൊന്നും ദൈവത്തെയും മാതാവിനെയും ഒരു പേടിയില്ലാത്ത രീതിയിലാണ് ഇവരുടെ പ്രവർത്തനങ്ങളും ഇവരുടെ ആ ഒരു രീതികളും ആ ഒരു ഗ്രൂപ്പിൽ കണ്ടിട്ട് എനിക്ക് ആകെ ഷോക്കായി ആക്ച്വലി. സോ ഇത്രയും മോശമായിട്ട് സ്ത്രീകൾ എങ്ങനെ പെരുമാറുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും മോശമായിട്ട് എങ്ങനെയാണ് ഒരു ഗ്രൂപ്പിലേക്ക് വന്ന് പെരുമാറി പോകുന്നത്. ഞാൻ വേറെ പ്രത്യേകിച്ചായിട്ട് എടുത്തു പറയുകയല്ല, ഈ ഒരു പൈസയുടെ പ്രശ്നത്തിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഗ്രൂപ്പിലുണ്ടാക്കി ആ ഗ്രൂപ്പ് ഉന്മൂലനം ചെയ്ത് കളഞ്ഞു എന്നതാണ് ഏറ്റവും വലിയൊരു എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം. സോ നിങ്ങൾ പ്രത്യേകം ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഉടമ്പടി എടുത്ത് നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതെല്ലാം തിരിച്ചടിക്കും. നെഗറ്റീവായിട്ട് തന്നെ ഇത് തിരിച്ചടിക്കും. നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങളുടെ അറിവോടുകൂടി ചെയ്ത കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ മാതാവ് അത് വിടാൻ പോകുന്നില്ല. ഇതുപോലെ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ആക്ച്വലി. സോ നല്ലൊരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു ഗ്രൂപ്പ് ഈ സ്ത്രീകളായിട്ട് തന്നെ അത് നശിപ്പിച്ചു എന്നുള്ളതാണ്. സോ ഐ എം റിയലി എന്താ പറയുന്നത്, ഐ എം റിയലി അൺഹാപ്പി അബൌട്ട് ഇറ്റ് ആക്ച്വലി. സോ നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഉപകരിക്കപ്പെടുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. പലരും പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അന്ധപ്പെട്ടു പോകും. പക്ഷേ അതിൻ്റെ പുറകിൽ ചെയ്യുന്ന പല കാര്യങ്ങളും വിച്ച് ഈസ് റിയലി
റിയലി അൺസഹിക്കബിൾ എന്ന് തന്നെ പറയാൻ പറ്റും. ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കണം, നിങ്ങൾ ഈ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്ത് കാണിച്ചു പോയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, തിരിച്ചു കിട്ടിയിരിക്കും, അതാ തന്നിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം നമ്മളെ അഡ്മിൻ എന്ന നിലയിൽ ഞാൻ പല റെസ്ട്രിക്ഷൻസും എൻ്റെ ഗ്രൂപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഏറ്റവും സ്മൂത്തായിട്ട് റണ്ണ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അതിന് വേണ്ടിയിട്ട് ഓരോ റെസ്ട്രിക്ഷൻസ് വെച്ചത് തന്നെ. സോ നമ്മളറിയാതെ തന്നെ വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കി, നമ്മളറിയാതെ തന്നെ വേറെ ഗ്രൂപ്പിൽ പൈസ ഇടപാടുകൾ നടത്തുന്നു, അങ്ങനെ കുറേ വിഷയങ്ങൾ. സോ ഇറ്റ്സ് റിയലി പാത്തറ്റിക്. അങ്ങനെയുള്ള കുറേ പത്തറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ നടന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഇതാണ്. അന്ന് ഞാൻ ഒരുപാട് തിങ്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ ഗ്രൂപ്പ് തുടങ്ങിയത്. പക്ഷേ അതിനകത്തേക്ക് ഇങ്ങനെയുള്ള കുറച്ച് ലോ സ്റ്റാൻഡേർഡ് തന്നെ പറയാം, അങ്ങനെയുള്ള കുറേ ആളുകൾ അതിനകത്ത് വന്ന്, എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വിദ്യാഭ്യാസവും കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളവരൊന്നും ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതൊന്നും ഇല്ലാത്തവരാണെന്ന് തോന്നുന്നു കുറേ അധികം ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ എന്ത് വന്ന് ഈ ഒരു ഇതിൻ്റെ താഴെ കമൻറ്റ് ഇട്ടാലും കുഴപ്പമില്ല, പക്ഷേ നിങ്ങളുടെ കയ്യിലാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം. നിങ്ങൾ തന്നെയാണ് ആ ഒരു ഗ്രൂപ്പ് നശിപ്പിച്ച് കളഞ്ഞത്. സോ നിങ്ങൾ എന്ത് പറഞ്ഞു പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ് ആക്ച്വലി. സോ നിങ്ങൾ തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്തതിൻ്റെ പ്രശ്നം കാരണമാണ് ആ ഗ്രൂപ്പ് അത് നിശ്ചലമാക്കേണ്ടതായിട്ട് വന്നത്. സോ പ്രത്യേകം ആലോചിക്കാൻ, നിങ്ങൾക്ക് അതിനുള്ള ദൈവം അതിനുള്ള തക്കതായിട്ടുള്ള മറുപടി തന്നിരിക്കും എന്ന് തന്നെയാണ് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് നല്ലൊരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു ഗ്രൂപ്പ് നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് മാത്രം നശിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ എല്ലാവരും ആ കാര്യം കേട്ടോ.